നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ആലപ്പുഴ വേമ്പനാട് ലേക്ക് സിറ്റിയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുരസ്കാര സമർപ്പണ ചടങ്ങും നടത്തി. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആശാ സി എബ്രഹാം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ മദ്യോൽപാദനശാലകൾ അനുവദിക്കാതിരിക്കുക, മദ്യനയം ചർച്ച ചെയ്ത് പ്രഖ്യാപിക്കുക, കുടിവെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർവോദയ ഗാന്ധി മാർഗ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസ് പടിക്കൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. കുട്ടികളിലും മുതിർന്നവരിലും വിഷരഹിത പച്ചക്കറി ഉൽപാദന പ്രോത്സാഹനം ലക്ഷ്യമാക്കി പരിസ്ഥിതി ജൈവ സംരക്ഷണ ജൈവകൃഷി പ്രചാരണ സംഘടനയായ ഗ്രീൻ എർത്ത് ആലപ്പുഴയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. ബേക്കേഴ്സ് അസോസിയേഷൻ കേരള ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെ ആലപ്പുഴ TD ഹൈസ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സൗജന്യ വൃക്കദാന സേവനങ്ങൾക്ക് സംസ്ഥാനത്ത് രൂപം നൽകണമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. വാർത്തകൾ വിശദമായി. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ആലപ്പുഴ വേമ്പനാട് ലേക്ക് സിറ്റിയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുരസ്കാര സമർപ്പണ ചടങ്ങും നടത്തി. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആശാ സി എബ്രഹാം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ആലപ്പുഴ വേമ്പനാട് ലേക്ക് സിറ്റിയുടെ 2025ലേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു. ആലപ്പുഴ കയർ മിഷനറി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആശാ സി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. അതായത് കുട്ടികൾ നമ്മൾ ചെല്ലുന്ന സ്ഥലത്തെല്ലാം സ്കൂളിലെ കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, ഈ മൊബൈലിന്റെ ഉപയോഗം, അങ്ങനെ അവരെ ഒന്ന് ബോധവൽക്കരിക്കേണ്ട നമുക്ക് അത്യാവശ്യമായിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ പറയുമ്പോൾ സ്കൂളുകാർക്കൊന്നും ഇതൊന്നും ചെയ്യാനുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു സഹായമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല. രണ്ടാമത് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് മാലിന്യ സംസ്കരണമാണ്. അത് എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇതേപോലെയുള്ള സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മാലിന്യ സംസ്കരണ പ്ലാന്റുകളൊന്ന് സ്ഥാപിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പം നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം റെസിഡൻഷ്യൽ ഏരിയകളിൽ ഈ ഒരു സംഭവം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ നാടിന് തന്നെ കേരളത്തിൽ വെനീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല. കാരണം നോക്കുമ്പോഴെല്ലാം മാലിന്യങ്ങളാണ് കാണുന്നത്. അപ്പൊ അതിനകത്തൊക്കെ ഒരുപാട് പ്രവർത്തിക്കാൻ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. JCI ആലപ്പുഴ വേമ്പനാട് ലേക്ക് സിറ്റിയുടെ 2024 പ്രസിഡന്റ് പ്രസ്റ്റി കുര്യാക്കോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സോൺ പ്രസിഡന്റ് എയ്സ്വിൻ അലക്സ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. സോൺ വൈസ് പ്രസിഡന്റ് ദിൽജിത്ത് പ്ലാപ്പള്ളി, ഗാദ സൂരജ്, ഷീജ മനോജ്, ആഫിയ നജീബ് എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം ഡയറക്ടർ M മുരളി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. യോഗത്തെ തുടർന്ന് JCI ആലപ്പുഴ വേമ്പനാട് ലേക്ക് സിറ്റിയുടെ 2025-26ലേക്കുള്ള പുതിയ പ്രസിഡന്റായി മനോജ് ഗോപാലും സെക്രട്ടറിയായി ഷീബ ലവനും ട്രഷററായി മുഹമ്മദ് നജീബും സ്ഥാനാരോഹണം ചെയ്തു. സ്ഥാനാരോഹണ ചടങ്ങിനെ തുടർന്ന് വിഷരഹിത പച്ചക്കറി ഉൽപാദന മികവിനുള്ള 2024-25 വർഷത്തെ JCI ആലപ്പുഴ വേമ്പനാട് ലേക്ക് സിറ്റിയുടെ എക്സലൻസ് അവാർഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആശാ സി എബ്രഹാമിൽ നിന്നും ഫരീദ ഫിറോസും ഫാദിയ ഫിറോസും ഏറ്റുവാങ്ങി. തുടർന്ന് JC ടോംസ് ആന്റണി മെമ്മോറിയൽ വിദ്യാഭ്യാസ സാമൂഹ്യ അവാർഡ് +2 വിദ്യാർത്ഥി S ആഷ്നയും JC വേണുഗോപാൽ B ഷേണായി മെമ്മോറിയൽ കലാസാംസ്കാരിക അവാർഡ് നെയ്തൽ D അൻസേരയും ഏറ്റുവാങ്ങി. പുതിയ മദ്യോൽപാദനശാലകൾ അനുവദിക്കാതിരിക്കുക, മദ്യനയം ചർച്ച ചെയ്ത് പ്രഖ്യാപിക്കുക, കുടിവെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർവോദയ ഗാന്ധി മാർഗ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസ് പടിക്കൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. അതിരൂക്ഷമായ ജലക്ഷാമം അനുഭവിക്കുന്ന പാലക്കാട് ജില്ലയിൽ ഭൂഗർഭജലം ഊറ്റിയെടുക്കുവാനും അതുപയോഗിച്ച് മദ്യമുണ്ടാക്കുവാനും അനുവാദം കൊടുത്ത സർക്കാർ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും ഈ നടപടി ഉടൻ പിൻവലിക്കണമെന്നും മദ്യവിരുദ്ധ കൂട്ടായ്മ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പുതിയ മദ്യശാലകൾ അനുവദിക്കാതിരിക്കുക, മദ്യനയം ചർച്ച ചെയ്ത് പ്രഖ്യാപിക്കുക, കുടിവെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർവോദയ ഗാന്ധി മാർഗ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ കാര്യാലയത്തിന് മുന്നിൽ സംഘടിപ്പിച്ച നിൽപ്പ് സമരത്തിലാണ് സർക്കാരിന്റെ പുതിയ മദ്യനയത്തിനെതിരെ രൂക്ഷ വിമർശനം ഉണ്ടായത്. ഗാന്ധിയൻ ദർശനവേദി ചെയർമാൻ ബേബി പാറക്കാടൻ നിൽപ്പ് സമരം ഉദ്ഘാടനം ചെയ്തു. മദ്യനിർമ്മാണശാലയുടെ അനുവാദം പിൻവലിക്കുന്നതുവരെ സമരം ശക്തമായി തുടരുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 7 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ മദ്യത്തിന്റെ വ്യാപനം വളരെയധികമായി
100 മടങ്ങല്ല, 200 മടങ്ങല്ല, 300 മടങ്ങ് നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിച്ചു വന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ സംജാതമായിരിക്കുന്നത്. ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും മദ്യ വ്യാപന രംഗത്ത് നടപ്പിലാക്കുവാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മദ്യശാലയുടെ പ്രവർത്തന സമയം അവർ കൂട്ടിക്കൊടുത്തു. 8 മണിക്കൂർ ഉണ്ടായിരുന്നത് 9 മണിക്കൂറും 10 മണിക്കൂറുമായി അത് വർദ്ധിപ്പിച്ചു. ഇവരെ ഔട്ട്ലെറ്റുകളുടെ എണ്ണം ഒരു പട്ടണത്തിൽ, ഒരു ടൗണിൽ, ഒരു ഗ്രാമപഞ്ചായത്തിൽ 1 എന്നുള്ളത് അവർ വർദ്ധിപ്പിച്ച് ഒന്നിലധികം 2, 3, 4, 5 രീതിയിൽ ഓരോ പ്രദേശത്ത് ഔട്ട്ലെറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിൽപ്പ് സമരത്തിൽ PA കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു. ME ഉത്തമക്കുറുപ്പ് മുഖ്യ പ്രഭാഷണം നടത്തി. MD സലീം, ഹക്കീം മുഹമ്മദ് രാജ, രാജു പള്ളിപ്പറമ്പിൽ, ജോസഫ് മാരാരിക്കുളം, ആശാ കൃഷ്ണാലയം, ലൈസമ്മ ബേബി, N മിനിമോൾ, ജോർജ് കാരാച്ചിറ, PJ കുര്യൻ, റോയി വേലിക്കാട്ടിൽ, CK വിജയകുമാർ, തോമസ് വാഴപ്പള്ളിക്കളം, VT ചാക്കോ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവ്വകാല റെക്കോർഡിൽ 60,200 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ റെക്കോർഡ് വില. സ്വർണ്ണവിലയോടൊപ്പം GST, പണിക്കൂലി, HOD ചാർജ് കൂടി കൂട്ടുന്നതോടെ ഒരു പവൻ സ്വർണ്ണാഭരണത്തിന് ഉപഭോക്താവിന് 66,000-ലധികം രൂപ നൽകേണ്ടി വരും. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവ്വകാല റെക്കോർഡിൽ 60,200 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ റെക്കോർഡ് വില. സ്വർണ്ണവിലയോടൊപ്പം GST, പണിക്കൂലി, HOD ചാർജ് കൂടി കൂട്ടുന്നതോടെ ഒരു പവൻ സ്വർണ്ണാഭരണത്തിന് ഉപഭോക്താവിന് 66,000 രൂപയിലധികം നൽകേണ്ടി വരും. 7,525 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വ്യാഴാഴ്ചത്തെ വില. വില കൂടിയാലും കുറഞ്ഞാലും സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമായിട്ടാണ് മലയാളികൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിക്ഷേപ മൂല്യം എന്നതിലുപരി സ്വർണത്തെ ആഭരണങ്ങളായും നാണയങ്ങളായും കൈവശം വെക്കാൻ ആളുകൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സ്വർണത്തിന്റെ രാജ്യാന്തര വില, ഡോളർ, രൂപ വിനിമയ നിരക്ക്, ഇറക്കുമതി തീരുവ എന്നിവ അടിസ്ഥാനമാക്കിയാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില നിർണ്ണയിക്കപ്പെടുന്നത്. ആഗോള വിപണിയിലെ വിലക്കുതിപ്പാണ് ആഭ്യന്തര വിപണിയിലെയും സ്വർണ്ണവില കുതിച്ചുയരാൻ ഇപ്പോൾ മറ്റൊരു കാരണമായിരിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് പവന് 600 രൂപ വർദ്ധിച്ചാണ് സ്വർണ്ണവില ഇപ്പോഴത്തെ റെക്കോർഡ് വിലയായ 60,200 എന്നതിൽ എത്തി നിൽക്കുന്നത്. ആഗോള വിപണിയിലെ സ്ഥിതി തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിലും സ്വർണ്ണവില റെക്കോർഡ് ഭേദിച്ച് ഉയർന്ന വിലയിലേക്ക് എത്തുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. കുട്ടികളിലും മുതിർന്നവരിലും വിഷരഹിത പച്ചക്കറി ഉൽപ്പാദന പ്രോത്സാഹനം ലക്ഷ്യമാക്കി പരിസ്ഥിതി ജൈവ സംരക്ഷണ ജൈവകൃഷി പ്രചാരണ സംഘടനയായ ഗ്രീൻ എർത്ത് ആലപ്പിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ പച്ചക്കറി തൈ വിതരണം ചെയ്തു. കുട്ടികളിലും മുതിർന്നവരിലും വിഷരഹിത പച്ചക്കറി ഉൽപ്പാദനം പ്രോത്സാഹനം ലക്ഷ്യം വെച്ചും ജൈവകൃഷിയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായും സൗജന്യ പച്ചക്കറി തൈകളുടെ വിതരണം നടത്തി. പരിസ്ഥിതി ജൈവ സംരക്ഷണ ജൈവകൃഷി പ്രചാരണ സംഘടനയായ ഗ്രീൻ എർത്ത് ആലപ്പി നടപ്പാക്കുന്ന എൻ്റെ കുട്ടിത്തോട്ടം എൻ്റെ അഭിമാനം പദ്ധതിയുടെ ഭാഗമായി ബേക്കേഴ്സ് അസോസിയേഷൻ കേരള ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് ആലപ്പുഴ TD ഹൈസ്കൂളിൽ സൗജന്യ പച്ചക്കറി തൈകളുടെ വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. ബേക്കേഴ്സ് അസോസിയേഷൻ കേരള ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് KM ജോളിച്ചൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എന്റെ കുട്ടിത്തോട്ടം എന്റെ അഭിമാനം എന്ന ആ ക്യാപ്ഷൻ തന്നെ വളരെ അർത്ഥമുള്ള ഒരു വാക്കായിട്ടാണ് ഇരിക്കുന്നത്. കാരണം നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക്, അല്ലെ ഈ സമൂഹത്തിലെ, ഈ കേരളത്തിലെ, ഈ ഇന്ത്യയിലെ, ഈ ആലപ്പുഴയിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വലിയ സന്ദേശമാണ് വിഷരഹിതമായ പ്രോഡക്റ്റുകൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ച് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മൾ ഈ സമൂഹത്തിലുള്ള ഓരോ വ്യക്തികളുടെയും ആരോഗ്യത്തെ കാത്തു പരിപാലിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന ചെറിയ പ്രവൃത്തിയല്ല. വിഷരഹിതമായ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് ജനങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ, അല്ലെ നമുക്ക് കഴിക്കുവാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും ഗുണകരമായ ഒരു പ്രവൃത്തിയാണ്. സ്കൂൾ ഹെഡ് മിസ്ട്രസ് B ശ്രീജ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ഗ്രീൻ എർത്ത് ആലപ്പി ഡയറക്ടർ ആൻഡ് പ്രോഗ്രാം കോർഡിനേറ്റർ ഫിറോസ് അഹമ്മദ് പദ്ധതി വിശദീകരിച്ചു. ബേക്കേഴ്സ് അസോസിയേഷൻ കേരള സംസ്ഥാന സെക്രട്ടറി V അരുൺകുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി ജോൺസൺ ചിറ്റിലപ്പള്ളി, ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി സുരേഷ് ബാബു, ജില്ലാ ട്രഷറർ C മുരളി, സ്കൂൾ SRG കൺവീനർ S സുജിത് കുമാർ, എക്കോ ക്ലബ് കൺവീനർ S സജന എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. യോഗത്തെ തുടർന്ന് പച്ചമുളക്, തക്കാളി, വെണ്ട, ചീരയടക്കം തൈകളും സ്കൂളിന് കൈമാറി. സൗജന്യ വൃക്കദാന സേവനങ്ങൾക്ക് സംസ്ഥാനത്ത് രൂപം നൽകണമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്.
മുൻകാലങ്ങളെ അപേക്ഷിച്ച് രാജ്യത്ത് വൃക്കരോഗികളുടെ എണ്ണം അനിയന്ത്രിതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സൗജന്യ വൃക്കദാന സേവനങ്ങൾക്ക് സംസ്ഥാനത്ത് രൂപം നൽകണമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എത്രയോ 10 മടങ്ങാണ് വൃക്കരോഗികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഈ വൃക്ക രോഗവുമായി ബന്ധപ്പെട്ട് ഇന്നൊരു വൃക്കയുടെ ഒരു വാണിജ്യവൽക്കരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ ഏജന്റുമാരും സബ് ഏജന്റുമാരും വൃക്ക മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ട രോഗികളിൽ നിന്നും അതുപോലെ ഉള്ള അസോസിയേഷനിൽ നിന്നും കൈപ്പറ്റി മുങ്ങുന്ന ഒരവസ്ഥയും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ ഹെൽത്ത് സെൻ്ററുകളിലും കമ്മ്യൂണിറ്റി സെൻ്ററുകളിലും വെൽനസ് സെൻ്ററുകളിലും സൗജന്യമായി ഡയാലിസിസ് കേന്ദ്രങ്ങൾ കൊണ്ടുവരിക. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും ഡയാലിസിസിനും പാവപ്പെട്ടവരാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തിക പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ആശുപത്രികൾക്കും ഡയാലിസിസ് കേന്ദ്രങ്ങൾക്കും രോഗികളെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. വൃക്കദാനം എന്നതിലുപരി വൃക്ക വാണിജ്യം ചികിത്സയുടെ മറവിൽ തഴച്ചു വളരുകയാണെന്നും സർക്കാർ ആശുപത്രികളിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും ഡയാലിസിസിനും സൗകര്യം ലഭിക്കാത്തവർ സ്വകാര്യ ആശുപത്രികളെയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. വൃക്ക രോഗവുമായി ബന്ധപ്പെട്ട ഡയാലിസിസ്, വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തുടങ്ങിയ ചികിത്സയ്ക്കുള്ള ചെലവ് സാധാരണക്കാർക്ക് താങ്ങാവുന്നതിനും അപ്പുറമായതുകൊണ്ട് തന്നെ വൃക്കരോഗ ചികിത്സ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയുമായി സഹകരിച്ച് NRHMന്റെയോ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെയോ സഹകരണത്തോടെയും പ്രത്യേക ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഖാലിദ് പെരിങ്ങത്തൂർ, പി സുരേന്ദ്രൻ, കെ സുനിൽകുമാർ, CK രവിശങ്കർ, CM അഷ്റഫ് എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ആലപ്പുഴ വേമ്പനാട് ലേക്ക് സിറ്റിയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുരസ്കാര സമർപ്പണ ചടങ്ങും നടത്തി. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആശാ C. എബ്രഹാം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ മദ്യോൽപാദനശാലകൾ അനുവദിക്കാതിരിക്കുക, മദ്യനയം ചർച്ച ചെയ്ത് പ്രഖ്യാപിക്കുക, കുടിവെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർവോദയ ഗാന്ധി മാർഗ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസ് പടിക്കൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. കുട്ടികളിലും മുതിർന്നവരിലും വിഷരഹിത പച്ചക്കറി ഉൽപാദന പ്രോത്സാഹനം ലക്ഷ്യമാക്കി പരിസ്ഥിതി ജൈവ സംരക്ഷണ ജൈവകൃഷി പ്രചാരണ സംഘടനയായ ഗ്രീൻ എർത്ത് ആലപ്പുഴയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. ബേക്കേഴ്സ് അസോസിയേഷൻ കേരള ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെ ആലപ്പുഴ TD ഹൈസ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സൗജന്യ വൃക്കദാന സേവനങ്ങൾക്ക് സംസ്ഥാനത്ത് രൂപം നൽകണമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.